ഗീതേ ഇന്ന് മത്തിയാ കിട്ടിയത്. ആ ഇല്ല, ആ പിള്ളേരെല്ലാം അപ്പുറം ഉണ്ട്. അവരൊന്നും സഹായിക്കത്തില്ല എന്നെ, കുരുത്തം കിട്ട പിള്ളേര്. അടി പുഷ്പേ, ഒരു ചായ എടുത്തടി. ചായയല്ലേ ഞാൻ ഇവിടെ ഇട്ട് വെച്ചത്, എടുത്ത് കുടിച്ചോളൂ. ഞാൻ ഫോൺ ചെയ്യുന്ന കാണുന്നില്ല. എന്ത് പറയാൻ വേണ്ടിയിട്ട്? ഒന്നും പറയാനില്ല. ഞാൻ അന്ന് അയച്ച ഫോട്ടോ നീ കണ്ടില്ല? ആ ചുവന്ന ഡ്രസ്സ് ഇട്ടേ. അന്ന് ഞാൻ നാളെ വേറെ ഇട്ടുതരാം, നല്ല പച്ച കളറുള്ള. നമ്മൾ അന്ന് മേടിച്ചില്ല, ഒന്നിച്ച് പോയിട്ട്. അതിട്ടുതരാം. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പിന്നെ എന്താ എടുക്കാഞ്ഞേ? തിരക്കായി പോയാ. മെസ്സേജ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടേ, വോയിസ് മെസ്സേജ് കേട്ടില്ല. എനിക്കൊരു ചായ എടുത്തു തരാനേ. ചായ അല്ലേ അമ്മേ അവിടെ ഇട്ട് വെച്ചത്, എടുത്ത് കുടിക്കേ. ഞാൻ ഫോൺ ചെയ്യുന്നത് കാണുന്നില്ലേ? കാര്യമായിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോ പിന്നെ ചെറിയ കുട്ടിയെങ്ങാനുവാ ഇതെല്ലാം എടുത്ത് കൈമ കൊടുക്കണം. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം കണക്കാന്ന്. കുറെ വർഷമായില്ലേ ഞാൻ സഹിക്കുന്നു. പിന്നെ അങ്ങനെ പോക്കന്നെ, എല്ലാരും മുഖം ഇങ്ങനെ കണ്ടിട്ട് വേറെ എന്ത് ചെയ്യാനാന്ന്. ഇങ്ങോട്ട് നോക്കാൻ പറയോ പറ. എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ടേ. എന്റെ ഗീതേ, വല്ലാത്ത പൊല്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സൗര്യക്കേട്. അതങ്ങനെ പലതും പറയൂ. നീ ബാക്കി പറ. ഞാൻ മാത്രം ഇങ്ങനെ ജോലിയും കൂലിയും ചെയ്ത് ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം. ചേട്ടനൊക്കെ അടിച്ചു പൊളിച്ച് സിനിമ കാണാൻ പോകും. അവനവന്റെ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോയി നിനക്കെന്താടാ? ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് മടുത്തു. അപ്പൊ എനിക്ക് സിനിമ കാണണ്ടേ? നീ പണിയൊക്കെ കൃത്യമായിട്ട് എടുക്കാമെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ സിനിമയ്ക്കും. എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് സഞ്ജുവേട്ടന്റെ പോലെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സിനിമ കാണാൻ പോയാൽ മതി. അയ്യേ, ആ നിക്കറിന്റെ ഉടുപ്പിന്റെ ഒക്കെ അളവൊന്ന് പഠിക്ക്, എന്നിട്ടല്ലേ നിന്റെ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോകുന്നത്. കഴിയടാ, വൃത്തിയാകണം. എടാ പ്രകാശ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എന്തായാലും വന്നല്ലേ, ഒന്നും വേണ്ട, ഒരു 1000 വാക്കുകൾ. എടാ, ഞാൻ എന്റെ മോനോട് എത്ര വാക്കുകൾ പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ പോയടങ്ങള്. ഞാൻ പോയി. പണിയെടുക്കടാ. പോയടാ, പോയേ. ഇതെന്തോ അമ്മ ഇത്? മര്യാദക്ക് തുടച്ചത്. നീ വെള്ളമൊന്നും കോരി ഒഴിക്കണ്ട, തുടച്ചത്. എടാ, നീ ഇവിടുന്ന് പോണം. പോയേ, പോവാനല്ലേ പറഞ്ഞത്? പോടാങ്ങോട്ട്. എന്തോ അമ്മ ഇത്? മര്യാദക്ക് ഇവിടെ പണി എടുത്തോണ്ട് തീർക്കല്ല. അവനെ പറഞ്ഞു വിട്ടു വല്ല കാര്യമുണ്ടോ? എടാ, നിന്നോട് എനിക്കൊരു സീക്രട്ട് പറയാനുണ്ടെന്ന്. സീക്രട്ടാ? എന്താ സീക്രട്ട്? എടാ, അവൾ ആരോടോ ഫോണിൽ കൊഞ്ചിക്കുഴയുന്നത് കേട്ടത്. കൊഞ്ചിക്കുഴയുന്നു? ഒന്ന് പോകാൻ അവിടുന്ന്. ആരോടെങ്കിലും ഈ കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളോട് വല്ലതും സംസാരിച്ചതായിരിക്കും. ഞാൻ പറയാനുള്ളത് എന്റെ മോനെ പറഞ്ഞു. നീ അത് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. എന്നതാ അമ്മ ഇത്? അമ്മ അവളുമായിട്ട് വഴക്കിടാറുണ്ട്, നിങ്ങൾ അമ്മ ശത്രുക്കളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതിന്റെ പറ്റി ഇങ്ങനെ പരദൂഷണം പറയരുത് കേട്ടോ. ഒരു ഭർത്താവിന്റെ ഒക്കെ ഭാര്യയെ പറ്റി കുറ്റം എന്ന് പറയുന്നത്. പരദൂഷണം ഒന്നും അല്ല മോനെ, നിനക്ക് കിട്ടുമ്പോ നീ പഠിച്ചോളും. അപ്പ അമ്മേ എന്റെ പോയി ഇങ്ങനെ എന്നോട് പറയാൻ വന്നോട്ടല്ലോ, കാരണം തുറന്നു തരും കേട്ടോ. നീ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ അവള് പോകൂടാ, ഉറപ്പാ.